പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ജൈത്രയാത്ര എന്ന് പറയുമ്പോൾ തുടർച്ചയായുള്ള യാത്ര. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തനായ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതിന് മുന്നെയാണ് നമ്മളൊരു വീട്ടിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മളൊരു മറ്റൊരു കോൾ എന്ന് പറയുമ്പോൾ തെന്മല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു രാജവെമ്പാല അഥവാ കിങ്കോബരെ എടുത്ത് കാട്ടിലേക്ക് വിട്ടിട്ട് നമ്മൾ വഴി മധ്യേ ഒരു കട്ടൻ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്താണ് നമുക്കിവിടെ നിന്ന് കോൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, നിലമേൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തനായ അതിഥിയെ തേടിയെത്തി അദ്ദേഹത്തിൻ്റെ ആ അതിഥി ഇരിക്കുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ആ അതിഥി ഒരു വിറക് വരയ്ക്കാത്തൊരു ഷെഡിനകത്ത് ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ പിന്നിലൊരു പാറക്കെട്ടാണ്. സാധാരണ ഷെഡിനകത്ത് വരുമ്പോൾ പാറക്കെട്ടിനകത്ത് പാറയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ പോയി നോക്കുന്നു നമ്മുടെ ആ ഷെഡിനകത്ത് അല്ലെങ്കിൽ ആ ചായ്പിനകത്ത് ആ വിറവിനകത്തിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. വ്യത്യസ്തനാണോ? അത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ട അതേ കളറിലുള്ള അതേ ഡിസൈനുള്ള അതേപോലെ വാലുള്ള തലയുള്ള ആളാണെന്ന് നമുക്ക് നോക്കാം. മൂർഖനാണ്, അളിയാണ്, എന്തായാലും രാജവെമ്പാല ആവാൻ സാധ്യതയില്ല, പിന്നെ ചേരയാവാനും സാധ്യതയില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. ഈ വിറവിൻ്റെ അടിയിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എനിക്കൊന്ന് ഇതിനകത്ത് മുഴുവനും പെരിച്ചയുടെ മാളങ്ങളാണ്. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മിക്കവാറും മാളങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി ആ ഷെഡിന് ഇത് നമ്മളൊരു ടിൻ ഷീറ്റ് വെച്ച് സൈഡ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി എലിയുടെ മാളങ്ങളുണ്ടാകുന്നത് മിക്കവാറും അടുത്ത പറമ്പിലേക്ക് പോകാം. പാറക്കെട്ടിനകത്തൊക്കെ ഹോളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം മാറ്റി നോക്കുന്നു. വെളി വന്നോ? അവിടെ നമ്മൾ ഈ തടിയെടുത്ത സമയത്ത് അതിനകത്ത് നല്ലൊരു ചീറ്റൽ ശ്വാസം എടുത്ത് പുറത്തേക്കുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇതിനകത്ത് പെരിച്ചാഴി എലിയുടെ അടുത്തായിരിക്കും എത്തിയിരിക്കുന്നത്. പെരിച്ചാഴിയെ കണ്ടപ്പോഴായിരിക്കാം ഈ ശ്വാസം എടുത്ത് പുറത്തേക്ക് ചീറ്റുന്ന സൗണ്ട്. നമ്മൾ വേറെ തന്നെയൊക്കെയാണ് ചീറ്റല്ല, സാധനം പതുങ്ങിയുള്ളൂ. അപ്പോൾ എന്തായാലും എലിയെ അടുത്ത് കണ്ട് കാണും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പായി ശ്രമിച്ച് നോക്കാം. അപ്പുറത്തേക്ക് നോക്കണേ. മാറിക്കോ, വെളി വന്നു വെളിയിൽ വരെയാണേ. അവിടെ നമ്മൾ ആ വിറവ് മാറ്റുന്നതിൻ്റെ അകത്തൊരു ചീറ്റ് ശ്വാസം എടുത്ത് സൗണ്ട് കേട്ടായിരുന്നു. ഞാനപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കുന്നതിനിടയിൽ അകത്തുകൂടി തന്നെ ഒരു മാളത്തിൽ കൂടി ഇപ്പുറത്തേക്ക് വന്നു എന്നാണ് ഇവർ. ഞാൻ കണ്ടില്ല, പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ പ്രൊഡ്യൂസർ കിഷോർ കരമനൊക്കെ അത് കണ്ടു. അപ്പോൾ ഈ മാളത്തിൽ കിട്ടുമോ, ഇനി മാളം ഈ മതിലിലേക്ക് അവസാനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മൾ ശ്രമം നടത്തുകയാണ്. എന്തായാലും നമ്മൾ വിചാരിച്ചണക്കുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. നമ്മൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി പെട്ടെന്ന് വരികയും ആ മാളം കിളച്ച സമയത്ത് പെട്ടെന്ന് തന്നെ 2 വെട്ട് വെട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു, അതിനെ പിടിക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാലൊരു ഫീമെയിലായിട്ട് തോന്നുമെങ്കിലും ഫീമെയിലല്ല. ഫീമെയിലിൻ്റെ അതേ മുഖമാണ്, ചുണ്ടാണ്. പക്ഷെ മെയിൽ അഥവാ ആൺപാമ്പാണ്. ഏകദേശം 6 വയസ്സോളം മാത്രം പ്രായം വരുന്ന, ഏകദേശം 5 അടിയോളം നീളം വരുന്ന സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിൽ തന്നെയാണ്. ഇങ്ങനെ എന്നെ അനുകരിക്കാൻ ശ്രമിച്ച ഒരാളാണ് മഹാരാഷ്ട്രയിൽ 12 വർഷമായി പാമ്പിനെ പിടിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്
പാമ്പിനെ വെച്ചിട്ട് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ എൻ്റെ കടി ഏറ്റിട്ട് മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കി ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ആ പാമ്പിനെ പിടിക്കാനായി അറിഞ്ഞുള്ള 6 പാമ്പുകളെ മാത്രം ചെറിയ ചുരുട്ടയൊക്കെ പിടിച്ച എക്സ്പീരിയൻസ് കൊണ്ട് മൂർഖനെ പോയി പിടിച്ച് കടി വാങ്ങി മരണപ്പെട്ടു. പീരിമേട്ട്. ഒരു കാരണവശാലും നിങ്ങളിത് അനുകരിക്കരുത്. നിങ്ങൾക്ക് അനുകരിക്കാവുന്ന സാധനമല്ല ഇത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ പറയുന്ന കാര്യം നമ്മൾ ലാഘവത്തോട് കൈകാര്യം ചെയ്യുന്നിട്ട് നിങ്ങളിത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം എൻ്റെ ശരീരത്തിൽ അളവിൽ കൂടുതൽ പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ലാഘവത്തോടെ ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. നമ്മളെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിനെ വെച്ച് നിങ്ങൾ നമ്മൾ അധികം പരിചയപ്പെടുന്ന അതുപോലെ ഒത്തിരി പേര് ഇവിടെ നമ്മൾ പാമ്പിനെ കാണാൻ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഈ ഷെഡിൻ്റെ മുന്നിലേക്ക് വീട്ടിൻ്റെ പിന്നിലേക്ക് പോകും. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ സൗകര്യക്കുറവാണ്. പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ഈ വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയിൽ ഇതുപോലെ ഒത്തിരി പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ മൂർഖൻ പാമ്പിനെ, സർപ്പത്തെ അഥവാ നാഗത്തെ അഥവാ നല്ലാൻ തോത്താൻ പാമ്പിനെ പരിചയപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന മൂർഖൻ പാമ്പിൽ ആ മൂർഖൻ പാമ്പ് തന്നെയാണ് ഇദ്ദേഹം. അതിനെ വെള്ളച്ചട്ടി മൂർഖനെന്നോ പില്ലാനി മൂർഖനെന്നോ കൈത മൂർഖനെന്നൊന്നും പേരില്ല. ഇതെല്ലാം നമ്മൾ സ്വയം നൽകിയ അവർക്ക് കൊടുത്ത പരിവേഷങ്ങളാണ്, പേരുകളാണ്, ഒന്നിൽ കൂടുതൽ പേരുകളാണ്. എന്തായാലും ഇന്ത്യൻ കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് അമ്മയോ ആരോ മണ്ണെണ്ണ നന്നായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. സാധാരണ മണ്ണെണ്ണ ഒഴിച്ചാൽ കിട്ടുന്നത് പാടാണ്. പക്ഷേ എന്തായാലും മണ്ണെണ്ണ ഒഴിച്ചിട്ടും അദ്ദേഹത്തെ നമുക്ക് കിട്ടി. അതുപോലെ പാമ്പിൻ്റെ ദഹന ഗ്രന്ഥി എന്ന് പറയുന്നത് പാമ്പിൻ്റെ വെനം നമ്മുടെ ജീവൻ അപഹരിക്കാനായി അവർ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കടിക്കുന്ന വെനമിരിക്കുന്നത് ഈ കണ്ണിൻ്റെ പുറകിൽ ഈ കവിള് വീർത്തിരിക്കുന്നതാണ് എൻ്റെ ദഹന ഗ്രന്ഥി. കവിളിങ്ങനെ വീർത്തിരിക്കുകയാണ്. ഇദ്ദേഹം ഭക്ഷണം തേടാനായി. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഭക്ഷണം തേടി അവിടെ ഒരു വലിയ പരിചാരിയായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ്. എന്തായാലും ഇദ്ദേഹം ഫീമെയിൽ അല്ല എന്ന് പറയാൻ കാരണം മൂർഖൻ പാമ്പുകളുടെ മുട്ടയിടൽ സമയമാണിപ്പോൾ. അപ്പോൾ മുട്ടയിടൽ കഴിഞ്ഞു, അടയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സാധാരണ പെൺപാമ്പുകൾ വെള്ളം കുടിക്കാൻ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. ഇത് മെയിൽ ഭക്ഷണം തേടി ഇറങ്ങുന്നത് ആണുങ്ങളാണ്. മെയിലതാ മൂർഖ ഉദ്ദേശം 5 അടിയോളം മാത്രം നീളം വരുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. കൃത്യമായിട്ട് നമ്മൾ അളവൊന്നും എടുത്തിട്ടില്ല. 5 അടിയോളം മാത്രമേ ഇദ്ദേഹത്തിന് നീളമുള്ളൂ. എന്തായാലും 6 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ഈ അതിഥിയെ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിലിൽ അടച്ച് ഇവരോട് യാത്ര പറയേണ്ട സമയമായി. കാരണം ഈ ഒട്ടനവധി കോളുകൾ നായുടെ മുന്നിലും വീട്ടിൻ്റെ ഓട്ടിൻ്റെ കമിഴ്ത്തോടിന് കഴുക്കോളിൻ്റെ ഇടയിലും അതുപോലെ പാറക്കെട്ടിനകത്തൊക്കെ പാമ്പിരിക്കുന്ന ഒത്തിരി കോളുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ട അതിഥിയാണ്. ഇതൊരിക്കലും നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിക്കാൻ ശ്രമിക്കുന്നത് അപകടമാണെന്നുള്ളത് മറന്നു പോകാതിരി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എന്നെ അനുകരിക്കാൻ ശ്രമിച്ച ഏകദേശം 18ഓളം പേരാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷം ഒരുപാട്. ഈ വർഷം ഏകദേശം പുതിയ വർഷത്തിൽ 3 മാസമാവുന്നതിന് മുന്നേ 8ഓളം പേരാണ് എന്നെ അനുകരിക്കാൻ ശ്രമിച്ചവർ മരണപ്പെട്ടത്. എനിക്കൊരു കടിയേറ്റാൽ എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിതിനെ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത്. ഇത് കണ്ട് നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും മറ്റ് സഹോദരന്മാർക്കും കല്യാണം കഴിഞ്ഞ അവർക്കുള്ള ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ വിലപ്പെട്ടതാണെന്ന് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കി ഇവരോട് യാത്ര പറഞ്ഞ് ഇവർക്ക് ശുഭരാത്രി. കിളിമാനൂർ കഴിഞ്ഞ് നഗരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അതിഥിയെ പാറക്കെട്ടിനകത്ത് കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. ആ വീട്ടിലേക്ക് പോകുന്ന വീടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പാറക്കെട്ടിനകത്ത് കയറുന്ന ഒരു ചെറിയ മതിലെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പം സമയം കഴിഞ്ഞാൽ നമുക്ക് പോകാൻ. നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണ്? വ്യത്യസ്തനാണോ? അതേ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെടുന്ന അതിഥിയാണോ നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത്. ഇവർ പറഞ്ഞ പാറക്കെട്ടിനകത്ത്, പക്ഷേ പാറക്കെട്ടൊന്നുമല്ല, ഒരു പാറയുടെ അടിയിൽ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളെന്തായാലും അധികം കഷ്ടപ്പെടേണ്ടതില്ല. നമ്മളിതാ പരിചയപ്പെടുന്നു. നമ്മൾ അതിലായിരിക്കുന്നു അദ്ദേഹം. ഒരു കുഞ്ഞനതി, അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ
ചെറുതെന്ന് തീരെ ചെറുതുമല്ല, എന്നാൽ തീരെ വലുതുമല്ലാത്തൊരു അതിഥിയാണ്. എന്തായാലും നമ്മുടെ അതിഥി ഫീമെയിലാണ്, മെയിലല്ല. ഇദ്ദേഹത്തിന് ഏകദേശം 4 വയസ്സിനടുത്ത് മാത്രമേ പ്രായമുള്ളൂ. എനിക്ക് തോന്നുന്നത് ചൂട് കൂടിയത് കൊണ്ടാവാം ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്. കാരണം കിണറിൻ്റെ അടുത്തായതുകൊണ്ട് ജലത്തിൻ്റെ അംശമുള്ളത് കൊണ്ട്, ഉറവയുള്ളതുകൊണ്ട് വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. നല്ല ടയേർഡാണ്. അദ്ദേഹം മുട്ടയിട്ടിരിക്കുന്നത്. ഇദ്ദേഹം മുട്ടയിട്ട് കഴിഞ്ഞു. മുട്ടയിട്ടത് ശരീരം നമുക്ക് കണ്ടാൽ അറിയാം. മുട്ടയിട്ടിട്ട് അതിന് ശരീരം ടയേർഡായിരിക്കുന്നു. എന്തായാലും 4 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരമ്മ അതിഥിയാണ്. ഇദ്ദേഹത്തിന് നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ആ ബാസ് തന്നെ നല്ലൊരു ബാസാണ്. കാരണം ടയേർഡാണെങ്കിൽ തന്നെയും അദ്ദേഹം നല്ല ആരോഗ്യമുണ്ട്. ഏകദേശം 4 അടിയിലേറെ നീളം വരുന്ന ഫീമെയിൽ പെൺ മൂർഖൻ പാമ്പ്, സ്പെർട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് ഇത്. ഇനി ഇവരുടെ സാന്നിധ്യം നമ്മുടെ വീടിനടുത്തേക്ക് ഉണ്ടാവുന്നു. കാരണം ഇവർ ചൂട് കൂടിയതുകൊണ്ട് മേളിൽ നനങ്ങരുതേ, ചൂട് കൂടിയതുകൊണ്ട് വെള്ളം കുടിക്കാനായി വീട്ടിലേക്ക് വരും. കാരണം മുട്ട ഇട്ട് കഴിയുമ്പോൾ ശരീരം നല്ല ടയർഡാണ്. പിന്നെ ഒരു ഭക്ഷണം കഴിക്കില്ല. വെള്ളമാണ് ഇവരുടെ ഒരു ആശ്രയം. ശരീരം തണുപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം ചെല്ലേണ്ടതുള്ളതുകൊണ്ട് വെള്ളം കുടിക്കാനായി ഇദ്ദേഹം വരുന്നു. ഇത് 4 വയസ്സോളം മാത്രം പ്രായമുള്ള നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പ്രാവശ്യം, ഒന്നിലേറെ പ്രാവശ്യം കണ്ട് മറന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇവർ മേളിലോട്ട് നോക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യമായിട്ട് ഒരു മൊബൈൽ എടുക്കാനായിട്ട് മേളിൽ കയറിയിരിക്കണം. ഇങ്ങനെയാണ് എനിക്ക് കൂടുതലായിട്ട് അപകടങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ നിന്ന് അനങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ അത് കാണുന്നില്ല. ഇദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും ചുണ്ടിലേക്കോ കഴുത്തിലേക്കോ അല്ലെങ്കിൽ താടിയിലോ ഒക്കെ കടിയേറ്റിട്ടുള്ളത്. എന്തായാലും വീണ്ടും മേളിൽ ആരോ കാലനക്കുന്നത് കൊണ്ടാണ്, കുളിമുറിയുടെ മേളിൽ നിന്ന് കാലനക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം മേളിലേക്ക് നോക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇതുപോലെ ഒരുപാട് അതിഥികളെ, ഈ അതിഥി വ്യത്യസ്തനൊന്നുമല്ല. ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് 100-ൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ 100-ൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ 500-ൽ കൂടുതൽ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടതാണ്. അപ്പോൾ വ്യത്യസ്തനല്ലാത്തത് കൊണ്ട്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ടും നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി ആ ബോട്ടിൽ ഇദ്ദേഹത്തെ അടച്ചതിന് ശേഷം ഇവരുടെ യാത്ര പറഞ്ഞ് ഇവർക്ക് ശുഭരാത്രി നേർന്ന് അടുത്ത സ്ഥലത്തേക്ക്, ഇനി ഒരുപാട് കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ മറ്റൊരു കോളിലേക്കായി വ്യത്യസ്തനായ അതിഥിയെ തേടി മറ്റൊരു കോളിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര മണി 12 കഴിഞ്ഞു. ഇന്ന് വെളുത്താലും തീരാത്ത ജോലി ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്രയിൽ അടുത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൊളത്തൂരേക്ക് പോകുന്ന വഴിക്ക് റൈറ്റിലേക്ക് തൃപ്പാദപുരത്തേക്ക് തിരിയുന്ന റൂട്ടിൽ തിപ്പട്ടിക്കോൽ എന്ന് പറഞ്ഞ അതിപ്രധാനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് വഴി സൈഡിൽ മതിലിനോട് ചേർന്ന് ഒരു അതിഥി കിടക്കുന്നു എന്ന് നമ്മൾ വിളിച്ചു. അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ചത്. നമ്മുടെ സമയങ്ങൾ നമ്മളവിടെ എത്തി പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. വ്യത്യസ്തനാണോ അത് നമ്മൾ പ്രേക്ഷകർ കണ്ട് പരിചയപ്പെട്ട അതിഥിയാണെന്നൊക്കെ പോകുന്നു നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീം ആ സ്ഥലത്തേക്ക്. എന്തായാലും നമ്മുടെ യാത്രയിൽ അധികം കഷ്ടപ്പെടേണ്ടാത്ത യാത്രകളിൽ നിന്ന് ഇത് നമ്മൾ വന്നുടനെ കണ്ടു ചെടിയിടയിൽ ഇങ്ങനെ മറഞ്ഞൊരാളിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ കാണാം. എന്തായാലും നമ്മൾ
അധികം കഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ടു മറന്ന അതിഥിയാണ് ഇദ്ദേഹം. അതൊരു വ്യത്യസ്തനൊന്നുമല്ല. അപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞ് വിശേഷങ്ങൾ പറയേണ്ട ഒരു സംഗതിയില്ല ഇതിൽ. കാരണം ഇത് നമ്മുടെ പ്രേക്ഷകർ ഏകദേശം ഒരു 500-600ഓളം നമ്മുടെ അതിഥികൾ, 500ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെയൊക്കെ മുട്ട വരിച്ച് നമ്മൾ കാട്ടിവിടുന്ന സമയത്ത് ഒരു സമയത്ത് തന്നെ 500-600 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ നമ്മുടെ സ്പെട്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന, ആരാധനയിൽ തെങ്ങി നിൽക്കുന്ന സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ഒരു പത്തിയാണ്. അത് രാജവെൺപാലയുടെ പത്തി പോലുള്ള ഇദ്ദേഹത്തിൻ്റെ പത്തി നീളം കൂടിയ പത്തിയാണ്. പക്ഷേ ഇദ്ദേഹം ഫീമെയിലല്ല, ഇദ്ദേഹം മെയിൽ ആണ്, അദ്ദേഹം ആണാണ്. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 6 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന അതിഥിയാണ്. കണ്ടാൽ ചുണ്ടൊക്കെ കൊടുത്തിന് ഫീമെയിലിൻ്റെ അതേ കട്ടത്തിന്, പക്ഷേ ഏകദേശം 5 അടിയിലേറെ നീളമുള്ള ഒരു 6 വയസ്സോളം പ്രായമുള്ള ഒരു ആൺ മൂർഖൻ അഥവാ സർപ്പമാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മളെന്തായാലും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, ഇവരുടെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി, വ്യത്യസ്തനായ മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.